വിശ്വാസികൾ ആരും പങ്കെടുക്കുന്നില്ല. ആരാ പറഞ്ഞത്? SNDP-യിൽപ്പെട്ടവർ വിശ്വാസികളല്ലേ? NSS-ൽപ്പെട്ടവർ വിശ്വാസികളല്ലേ? മലയോര വിഭാഗം, KPMS, എല്ലാ സാമുദായിക സംഘടനാ പ്രതിനിധികളും അവരൊക്കെ പങ്കെടുക്കുക. ഇവരാരും വിശ്വാസികളാണോ പറയുന്നത്? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്താണ് ശബരിമല? ശബരിമല എന്ന് പറഞ്ഞാൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന എത്തിച്ചേരുന്ന മാതൃകാസ്ഥാനമാണ് ശബരിമല എന്ന സന്നിധാനം. ഇത് ശ്രീനാരായണ ഗുരുദേവൻ എൻ്റെ സങ്കല്പമാണ്. ഇതിനെക്കുറിച്ചുള്ള ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഗുരുവിൻ്റെ സങ്കല്പാധിഷ്ഠിതമാണ് ശബരിമല. ഇത് എല്ലാ മതങ്ങളെയും ഒന്നുപോലെ കാണുന്ന, ഫലമതസാരവും ഏകം എന്ന ഗുരുവിൻ്റെ ശ്രേഷ്ഠമായ ആ വചനം ഉൾക്കൊള്ളുന്നതാണ് ശബരിമല. ആ ശബരിമലയുടെ വികാസ പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് ഈ സംഘടിപ്പിക്കുന്നത്. എങ്ങനെ? 3 തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഒന്ന്, അതിൻ്റെ അടിസ്ഥാന വികാസം. ശബരിമലയുടെ അടിസ്ഥാനം ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഓരോ വർഷവും എത്തിച്ചേരുന്ന സ്ഥലമാണ് ഈ ശബരിമല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും ജനങ്ങൾ എത്തിച്ചേരുന്ന ഈ പ്രദേശത്തെ, ഈ ക്ഷേത്രത്തെ അതിൻ്റെ ഉൾക്കൊള്ളാൻ പാകത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം വേണം. 1. 2, പാരിസ്ഥിതിക സംരക്ഷണം വേണം. 3, ഭക്തജനങ്ങൾക്ക് എല്ലാ അവസരങ്ങളും ഒരുക്കണം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഇതൊരു ആത്മീയ ടൂറിസം കേന്ദ്രമാക്കി മാറ്റണം. അതായത് ഇന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സന്ദർശനം നടത്താൻ പാകത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കണം. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ, ശബരിമലയുടെ ഈ മതനിരപേക്ഷ സ്വഭാവവും ഇതിൻ്റെ ആരാധനാ സ്വഭാവമൊക്കെ തന്നെ ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രൗഡ് മാനേജ്മെൻറ്റാണ്. നമുക്കൊക്കെ അറിയാമല്ലോ, ഇപ്പോൾ ഈ കുംഭമേള നടക്കുന്നു. ഓരോ കുംഭമേളയ്ക്കും എത്രയോ പേരാണ് മരിക്കുന്നത്. 2025-ൽ 88 പേരാണ് മരിച്ചത്. ഇങ്ങനെ മരണമടയാൻ നമ്മുടെ ഭക്തരെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? പാടില്ല. ഇതാണ് ശബരിമല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ക്രൗഡ് മാനേജ്മെൻറ്റ്, ഇത്രയും 56 ലക്ഷം പേര് വരുമ്പോൾ അവർക്ക് യാതൊരു പോറലും ഏൽക്കാതെ അവരെ ഭക്തർക്കായി തന്നെ ഈ ശബരിമല സന്നിധാനത്തിൽ എത്തിച്ച് തിരിച്ചയക്കാൻ പാകത്തിൽ എല്ലാ സംവിധാനവും ഒരുക്കണം. അങ്ങനെ ഒരുക്കിക്കൊണ്ട് പോവുകയാണ്. ഇതിലും മെച്ചപ്പെട്ട ഇനിയും വേറെ ആൾ വരണം, ഇനിയും ലക്ഷങ്ങൾ വരണം. അങ്ങനെ വരുമ്പോൾ ഈ ക്ഷേത്രത്തെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ, ഈ ജനങ്ങളെ മുഴുവൻ മാനേജ് ചെയ്യാൻ പാകത്തിൽ ഇതിൻ്റെ സംവിധാനം ഒരുക്കണം. ഇങ്ങനെ ശബരിമലയുടെ സർവതോമുഖമായ വികാസത്തിന് വേണ്ടിയാണ് ഈ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് എല്ലാ വിശ്വാസികളുടെയും പിന്തുണയുണ്ട്. പക്ഷേ വിശ്വാസികളുടെ മറപറ്റി രാഷ്ട്രീയ സംഘാടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് അതൊരു പ്രയോജനമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്നേഹം ശബരിമലയോട് തുടങ്ങിയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ സതുദ്ദേശപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഇപ്പൊ അങ്ങ് ഇതാ നമുക്ക് മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോയാൽ മനസ്സിലാവും, ഇത്രയും കാലം അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ പോലും വളരെ പരിമിതമായി. നിങ്ങൾ ഇപ്പം പമ്പയിൽ വെച്ചതുപോലെ അത്യാഡംബര ജർമ്മൻ പന്തലോ ഒന്നും വേണ്ട. വളരെ ആ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് വെള്ളം വേണം. അവിടെ സ്വാമിമാർക്ക് വിരിവെക്കാൻ കുറച്ച് സ്ഥലം വേണം. ഒന്ന് സമാധാനത്തോടെ ഭജന പാടാൻ കുറച്ച് സമയം വേണം. ഇതൊക്കെ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്ന്. ഇനി അങ്ങയുടെ പോയിന്റ് ഇതാണെങ്കിൽ, അതായത് ഇതൊക്കെ ഇനി നടപ്പിലാക്കാൻ പോവുകയാണ് എന്നതായിരിക്കുമോ അങ്ങയുടെ പോയിന്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നതിന് ശേഷം മാത്രം 1856 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ശബരിമലയും അതുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലത്ത് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എരുമേലിയിലടക്കം ഓരോ കേന്ദ്രങ്ങളിലും, പമ്പയിലടക്കം ഓരോ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആസ്ഥാനങ്ങളിലും കോടിക്കണക്കിന് രൂപയുടെ പുരോഗമന പ്രവർത്തനങ്ങൾ, അവിടെ തന്നെ വികാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ്. പക്ഷെ ഇത് പോരാ. അയ്യോ, ഇത് പോരാ. ഇനിയും വരണം. കണ്ണിന്റെ മുന്നിലുണ്ട് ലക്ഷക്കണക്കിന് അവർക്ക്. ഞാൻ ഒന്ന് ഇടപെടുകയാണ് ശ്രീ ജയപ്രകാശ്. ആമുഖമായി വേണ്ടത് ഇത്രയും പോയിന്റുകളാണ്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശബരിമല സമിതി ഇത് ശരിയാണ്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട, അതായത് ചെയ്യേണ്ടതുണ്ട്, ഇനി ചെയ്യാനുള്ള പദ്ധതി ഈ സംഘം ഒരുപാട് ഉദ്ദേശിക്കുന്നത്. ആമുഖമായി അത്രയും പറയുന്നു.
ഇടതുപക്ഷ പ്രതിനിധി CPM-ന്റെ പ്രമുഖ നേതാവ്. ശബരിമല കർമ്മസമിതിയാണ് അന്ന് ഭക്തർക്ക് മുറിവേറ്റപ്പോൾ, ഇന്ന് ഭയങ്കര സ്നേഹമാണ്, അതവിടെ നിൽക്കട്ടെ, അന്ന് ഭക്തർക്ക് മുറിവേറ്റപ്പോൾ ഇന്നവർ വിശ്വാസികളായി SNDP പറയുന്നുണ്ട്, NSSനെ പറയുന്നുണ്ട്. ശരിയാണ്, അവരൊക്കെ ഹൃദയം മുറിഞ്ഞുകൊണ്ട് തെരുവിൽ നാമജപ ഘോഷയാത്ര നടത്തിയ ഒരു ചിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇന്നവർ പറയുന്നത് അടഞ്ഞ അധ്യായമാണെന്ന്. പക്ഷേ ഈ പുതിയ സ്നേഹം അത് ശബരിമല കർമ്മസമിതി എങ്ങനെ നോക്കിക്കാണും? എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു മാറ്റത്തിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇവിടെ ഭരിക്കുന്ന ഭരണകക്ഷിക്ക് വൈകിയേ ബുദ്ധി ഉദിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം എനിക്ക് പറയാൻ കൊണ്ട് ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളല്ല. ഞാൻ ആ ശബരിമല ഇഷ്യൂ പറയുന്നതിന് മുമ്പ് ഞാനൊരു കർമ്മസമിതിയുടെ ആളായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിലും രാഷ്ട്രീയം പറയാതെ ഇരിക്കാൻ പറ്റുകയില്ല. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറഞ്ഞൊരു വലിയ സമരം ഉണ്ടായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സമരങ്ങൾ, രക്തച്ചൊരിച്ചിലുകളുണ്ടായി. പ്രീ ഡിഗ്രി ബോർഡ് നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിനെ വേറൊരു പേരിട്ട് പിന്നീട് +2 എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ സർക്കാർ തിരികെ കൊണ്ടുവന്നു. പിന്നീട് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് സ്വാശ്രയ കോളേജുകൾക്ക് എതിരെ, സ്വാശ്രയ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകൾക്കെതിരെ നിരവധി സമരങ്ങൾ. നിങ്ങൾക്കറിയാം, കൂത്തുപറമ്പിൽ 5 പേരെ രക്തസാക്ഷിയാക്കി, പാവങ്ങളെ ഇല്ലായ്മ ചെയ്തു. അതിനുശേഷം അതിൻ്റെ പേരിൽ അധികാരത്തിൽ കയറിയ ശേഷം 2001 122 എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളാണ് തുടങ്ങിയത്. വിരോധാഭാസം എന്ന് പറയാൻ പറ്റുകയുള്ളൂ. പിന്നീട് ഇതേപോലെ തന്നെ മുൻപ് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തി. സെക്രട്ടേറിയറ്റിന് മുൻപിൽ പഴയ നമ്മുടെ സ്പീക്കർ MP ജയകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കമ്പ്യൂട്ടറുമായി വന്ന വാഹനത്തിന് മുൻപിൽ കിടന്നു, തൊഴിലവസരം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെങ്കിൽ ഗതികേട് കൊണ്ട് പിന്നീട് വില്ലേജ് ഓഫീസ് വരെ കമ്പ്യൂട്ടറിവൽക്കരിക്കേണ്ട ഗതികേട് പിന്നീട് CPM-ന് വന്നു. അതേപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിരവധി സമരങ്ങളായിരുന്നു. അന്ന് S. ശർമ്മ, അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്, വിരോധാഭാസം അതാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ നെഞ്ചത്തോട്ടെ ഫ്ലൈറ്റ് ഇറക്കാൻ സമ്മതിക്കുള്ളൂ, ഞാനിവിടെ ഇറക്കാൻ സമ്മതിക്കില്ല. അതും മാറി, ഇന്ന് അതിൻ്റെ ഡയറക്ടർ ബോർഡാണ്. പിന്നീട് ട്രാക്ടർ സമരം. ട്രാക്ടർ വന്നാൽ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ കർഷകൻ്റെ തൊഴിലെല്ലാം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ഇന്ന് ആലപ്പുഴ മൊത്തം CPM-ൻ്റെ സൊസൈറ്റികളുടെ അണ്ടറിലായി ഈ ട്രാക്ടറുകളൊക്കെ. അപ്പോൾ എന്ത് പരിപാടി അവർ അവതരിപ്പിക്കുന്നു, ആ നാടകമൊക്കെ അവസാനം അവർ തന്നെ അങ്ങ് പൊളിക്കും. ഭക്തർക്കെതിരെ അല്ലെങ്കിൽ ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രവൃത്തികൾ ചെയ്തൊരു സംസ്ഥാന സർക്കാരാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ. ഇപ്പോൾ ഇവർ ഭക്തിയുടെ പുതിയ വേർഷനുമായിട്ട് ഇറങ്ങിയൊക്കെയാണ്. ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്കറിയാം, ഇതൊന്നും ഭക്തി മൂത്തിട്ടൊന്നുമല്ല, തുടർഭരണത്തിന് വേണ്ടി അല്ലെങ്കിൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പൊറാട്ട് നാടകമാണ് ഈ കാണിക്കുന്നതെന്നുള്ളത് ഈ ഇരിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ഇവരാദ്യം 1-2 കാര്യങ്ങൾ ചെയ്യണം. ഏതാണ്ട് 1869 കേസുകളാണ് ഇവിടെ നാമജപം നടത്തിയ പാവം പിടിച്ച ഭക്തർക്കെതിരെ ചാർത്തിയിട്ടുള്ളത്. ഏതാണ്ട് 5769 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിരവധി ആൾക്കാരെ തൊഴിൽ പോലും ചെയ്യാൻ പറ്റാതെ, വിദേശത്ത് ജോലിക്ക് പോകാൻ പോലും പറ്റാതെ കഷ്ടപ്പെടുകയാണ്. ശബരിമല ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് നാമജപം നടത്തിയ പാവപ്പെട്ട ഭക്തർക്ക് എതിരെയുള്ള കേസ് പിൻവലിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള വേലകളിയുമായിട്ട് ഇറങ്ങേണ്ടത്. ജനങ്ങൾ വിഡ്ഢികളല്ല. ഇതുകൂടാതെ നമുക്കറിയാം, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ്, ആ കേസിൽ 91 നമുക്കറിയാം സ്ത്രീ പ്രവേശനത്തിനെതിരായ വിധിയാണ് വന്നിട്ടുള്ളത്. പിന്നീട് 2006 വരെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലായിരുന്നു. യങ് ലോയേഴ്സ് അസോസിയേഷൻ കേസ് കൊടുത്തു. 2007 ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു സത്യവാങ്മൂലം കൊടുത്തു. അതിൽ അവർ, സംസ്ഥാന സർക്കാർ സ്ത്രീ പ്രവേശന അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ദേവസ്വം ബോർഡ് അതേ നിലപാട് തന്നെ എടുത്തു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്തരത്തിലുള്ള നിലപാട് എടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളോടോ അല്ലെങ്കിൽ രാജകൊട്ടാരത്തോടോ അല്ലെങ്കിൽ തന്ത്രിമുഖ്യന്മാരോടോ അല്ലെങ്കിൽ അമ്പലപ്പുഴ ആലങ്ങാട് യോഗം അല്ലെങ്കിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സേവാ സമാജം, അയ്യപ്പ സേവാ സംഘം, നിരവധി സംഘടനകളുണ്ട്, ശ്രീഭൂത ട്രസ്റ്റ്, ഇവരോട് ആരോടെങ്കിലും ചോദിച്ചോ ഇത്തരത്തിലൊരു ചർച്ചയോ അഭിപ്രായമോ ചർച്ചയോ നടത്താതെയാണ്
ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് സർക്കാർ പോയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു കണ്ടിന്യൂ ചെയ്യണം, ഒരു സെക്കൻഡ് കൂടി. പെട്ടെന്ന്. അപ്പം ഈ ഒരു നിലപാട് എടുത്തതുകൊണ്ടാണ് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു വിധി വന്നത്. ആ ഒരു വിധി വന്നത് 28-ാം തീയതി ആണെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം സംസ്ഥാന സർക്കാർ ഇവിടെ സ്ത്രീകൾക്ക് സ്ത്രീ പ്രവേശന അനുകൂലമായ നിലപാടെടുക്കുന്നു, അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സുപ്രീം കോടതി വിധിയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ ഈ വിധി നടപ്പിലാക്കണമെന്ന്? പോകട്ടെ, ഈ പറയുന്ന ഭക്തരായ സ്ത്രീകളെ കെട്ടുന്നതാണെങ്കിൽ കുഴപ്പമില്ല. രഹന ഫാത്തിമയും ബിന്ദു അമ്മിനിയും കനകദുർഗയുമാണോ ഇവിടുത്തെ ഭക്തർ? അവരൊന്നും ഭക്തരല്ല. പേര് പറയാൻ പോലും ഉച്ചരിക്കാൻ കൊള്ളാത്ത ആൾക്കാരെയാണ് നമ്മൾ ശബരിമല കയറ്റി ശബരിമല പരിപാവനത കളയാൻ ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങളിൽ സർക്കാർ വ്യക്തത വരുത്തണം എന്നുള്ളതാണ്. ഞാൻ അങ്ങേലേക്ക് വരാം ശ്രീ ജയപ്രകാശ്. ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, ഈ 2008 ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലം. അത് തന്നെയാണ് വീണ്ടും ഈ യുവതീ പ്രവേശന കേസ് പരിഗണിക്കവേ ജയ്ദീപ് ഗുപ്ത സർക്കാരിന് വേണ്ടി ഹാജരായി. അത് 2008 ഞങ്ങൾ അതേ നിലപാടാണെന്ന് പറയുന്നു. ഒന്ന്, അതിലെന്താണ് സർക്കാരിൻ്റെ നിലപാടെന്ന് അറിയണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട SNDP യോഗം ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് ഭക്തർക്കെതിരെയുള്ള കേസുകൾ ഉടൻ പിൻവലിക്കണമെന്ന്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ അങ്ങേലേക്ക് വരാം ശ്രീ. ഒപ്പം ഇതിൻ്റെ രാഷ്ട്രീയം തീർച്ചയായും അതിലേക്ക് വരണം. ഇന്നലെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇതിനകത്ത് ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ സംസാരം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒന്ന് നോക്കുമായിരുന്നു, വല്ല ഓന്തും തൂങ്ങിച്ചാകാൻ വേണ്ടി തൂങ്ങിക്കിടപ്പുണ്ടോ എന്ന്. കാരണം ഓന്തു മാറുമോ? ഇങ്ങനെ ഓന്തു പോലും മാറൂല്ല ഇത്തരത്തിലുള്ള നിലപാടില്ല മലക്കം മറിച്ചിൽ. ഇവരിപ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ സംഗമം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അയ്യപ്പ ഭക്തജന സംഗമം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിമാരും ഈ നാട്ടിലെ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഏതെങ്കിലും പിൻവലിക്കാൻ വേണ്ടി തയ്യാറുണ്ടോ? ഇപ്പോൾ ഈ പറയുന്ന സംഗമം നടക്കുന്ന എവിടെയാണ്? പമ്പയിൽ വെച്ചിട്ടാണ്. പമ്പ ഗണപതിയെക്കുറിച്ചിട്ട് ഇപ്പോഴത്തെ നമ്മുടെ സ്പീക്കർ, ഈ പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശിഷ്യനും കൂടിയായിരുന്നല്ലോ ഷംസീർ, പറഞ്ഞ എന്താണ്? പമ്പ ഗണപതി എന്ന് പറയുന്നത് മിത്താണ്, യാഥാർത്ഥ്യമല്ല. അതേ ഷംസീർ തന്നെ പറയുകയാണ് മലാക്കുകൾ ചിറകുകളുള്ള കുതിരപ്പുറത്ത് പറന്നു വരുമെന്ന്. ഞങ്ങൾക്കതൊരു വിഷയമില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ വിശ്വസിച്ചോളട്ടെ, ഞങ്ങൾക്കതിനകത്ത് ഒരു പരാതിയുമില്ല. ഒരു വശത്ത് ഷംസീർ ചിറകുകളുള്ള കുതിരകൾക്ക് മേലെ ഈ മലാക്കുകൾ ഇരുന്ന് പറന്നു വരുമെന്ന് പറയുകയും മറുവശത്ത് ഗണപതി മിത്താണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഹിന്ദു അവഹേളനമാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചോട്ടെ, ആ പ്രസ്താവനയിൽ നിന്ന് ഷംസീർ ഇതുവരെ പിന്നോട്ട് പോയിട്ടുണ്ടോ? രണ്ടാമത്തെ എൻ്റെ ചോദ്യം, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, ഞാൻ ആ വാക്ക് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും പറഞ്ഞത് ശബരിമലയിലെ തന്ത്രിമാരെ ചില അബദ്ധസഞ്ചാരങ്ങൾ നടത്തുന്ന ആളുകളാണെന്ന്. അതിൻ്റെ വീഡിയോകൾ മുഴുവൻ യൂട്യൂബിലുണ്ട്. അത് നമ്മുടെ മുഖ്യമന്ത്രി മാറ്റി പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? മൂന്നാമത് PK ശ്രീമതി, ഇവരുടെ വനിതയായിട്ടുള്ള നേതാവ് എന്താ പറയുന്നറിയോ? ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് കുളിച്ച് ഈറനണിഞ്ഞ് ആ ഈറനായിട്ടുള്ള ശരീരം അവിടെ വരുന്ന ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നും. ആ നിലപാടിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടുണ്ടോ? ഈ നിലപാടുകളിൽ നിന്നൊന്നും പറഞ്ഞ കാര്യങ്ങളൊന്നും മാറാതെ, ഇനി സ്വരാജ് പറഞ്ഞ ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭഗവാൻ അയ്യപ്പൻ്റെ നിത്യബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്ന സ്വരാജിൻ്റെ നിലപാട് മാറിയിട്ടുണ്ടോ? അപ്പോൾ ഈ നിലപാടുകളൊന്നും മാറാതെ ഇവരേത് അയ്യപ്പ സംഘമാണ് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്? എന്ത് ഭക്തജന സംഘമാണ് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്? തട്ടിപ്പാണ്, ശുദ്ധ